ജ്യോതിഷപ്രകാരം രാശി മാറ്റങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഗ്രഹങ്ങൾ നിശ്ചിത സമയത്ത് രാശി മാറും. വിവിധ രാശിക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. ചിലപ്പോൾ ദോഷകരമായ കാര്യങ്ങളും അതിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നിരിക്കും. ജ്യോതിഷം അനുസരിച്ച് 12 വർഷത്തിന് ശേഷം ആണ് വ്യാഴം ഇടവരാശിയിലേക്ക് സംക്രമിച്ചിരിക്കുന്നത്. അതുപോലെ ശുക്രനും ഇടവത്തിൽ സംക്രമിച്ചിട്ടുണ്ട്. സമ്പത്തും മഹത്വവും നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഇവ രണ്ടും ചേർന്ന് ഗജലക്ഷ്മി രാജയോഗം ഉണ്ടായിരിക്കുകയാണ്. ഇതിൻ്റെ സ്വാധീനം കൊണ്ട് എല്ലാ രാശിക്കാരിലും ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഉണ്ടാകും. എന്നാൽ 3 രാശിക്കാർക്ക് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇവർക്ക് ലഭിക്കുന്ന നേട്ടം വളരെ വലുതായിരിക്കും. അവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഈ ഭാഗ്യരാശിക്കാരിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവം രാശിക്കാരാണ്. ഗജലക്ഷ്മി രാജയോഗം ഇടവം രാശിക്കാരുടെ ജീവിതം ഒന്നാകെ മാറ്റിമറിക്കും. ഏറ്റവും പ്രയോജനകരവുമായിരിക്കും ഇവർക്ക് ഈ കാലയളവ് എന്ന് പറയുന്നത്. ഈ രാശിയുടെ ലഗ്നഭാവത്തിലാണ് രാജയോഗം ഉണ്ടാകുന്നത്. അതിനാൽ നമ്മൾ ആഗ്രഹിച്ചത് എന്ത് സ്വന്തമാക്കാനാവും. നമ്മൾ എന്താണോ മെച്ചപ്പെടുത്തേണ്ടത് എന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാനാകും. വ്യക്തിത്വത്തിലാണ് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതൊരു നല്ല രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും. ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ ഈ രാശിക്കാർക്ക് വർദ്ധിക്കും. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. വിവാഹിതരാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം നിറഞ്ഞു നിൽക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. ശമ്പളമൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കൂട്ടു ബിസിനസ് നടത്തുന്നവർക്കാണെങ്കിൽ അതിലും നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തത് കന്നി രാശിക്കാരാണ്. സമ്പത്ത് ഖജനാവിൽ വന്ന് നിറയും. ഗജലക്ഷ്മി രാജയോഗത്താൽ കന്നിരാശിക്കാരെ കാത്തിരിക്കുന്നത് വേറെ ഒരു ലെവൽ നേട്ടങ്ങളാണ്. ഏറ്റവും അനുകൂലമായ ഒരു കാലയളവായിരിക്കും അവർക്കിത്. ഈ രാശിയുടെ കർമ്മഭവനത്തിലാണ് രാജയോഗം രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ അതൊരു വലിയ നേട്ടമാകും. പുതിയ ജോലി ലഭിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാകും. അതുപോലെ തീർപ്പാക്കാതെ കിടക്കുന്ന ജോലികൾ, പൂർത്തിയാക്കാതെ കിടക്കുന്ന ജോലികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പൂർത്തിയാക്കാൻ കഴിയും. രാജ്യത്തിനകത്തും വിദേശത്തും ഒക്കെ യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതൊരു നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് മുമ്പത്തേക്കാളൊക്കെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. സർവ്വവിധ ഐശ്വര്യത്തോടെയും കൂടിയ ഒരു പുതിയ ജീവിതം ഇവർക്ക് സാധ്യമാകും എന്നുള്ളതാണ്. മറ്റൊന്ന് കുംഭം രാശിക്കാരാണ്. ഗജലക്ഷ്മി രാജയോഗം ഈ രാശിക്കാരുടെ ജീവിതത്തിൽ സമ്പത്ത് വർഷിക്കും. ശുഭകരമായ ഫലങ്ങൾ കുംഭം രാശിക്കാർക്ക് എളുപ്പം ലഭിക്കും. ഈ രാശിയുടെ 4ാം ഭാവത്തിലാണ് രാജയോഗം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കും. വാഹനം, സ്വത്ത് എന്നിവ സ്വന്തമാക്കാനുള്ള യോഗവും ഉണ്ടാകും. സമ്പത്തിൽ കാര്യമായ ഒരു വർധനയൊക്കെ ഉണ്ടാകും. അതുപോലെ ബിസിനസ്സിൽ നിന്നടക്കം വലിയ ലാഭം ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ലാഭം ഉണ്ടാകും. പ്രണയ ജീവിതവും അതുപോലെ സുഖകരമായിരിക്കും. കുടുംബജീവിതവും നല്ല രീതിയിൽ പോകും. കുംഭം രാശിക്കാർക്ക് വലിയ കാര്യങ്ങൾ പലതും ഈ കാലയളവിൽ നേടിയെടുക്കാനുമാവും. അതായത് രാജകീയമായൊരു ജീവിതം തന്നെ ഇവർക്ക് നയിക്കാനാകും.